ഇനി വരാൻ പോകുന്നവനെ എന്തെങ്കിലും കഴിവുള്ളവനാണോടാ? ആ അതേമേ, അവൻ ബുദ്ധി കൊണ്ട് കളിക്കുന്നവനാ. ബുദ്ധി കൊണ്ട് കളിക്കുന്ന ഒരുത്തനാ ഉണ്ണി കൊണ്ടുപോയി പൈസ കൊടുത്തത്. എന്നിട്ട് അവനും ഏസിക്കകത്ത് വിഷം കലർത്തിയവനും ഒക്കെ ആശുപത്രി വിട്ടിട്ടില്ലെന്ന് അറിഞ്ഞത്. നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണോ? ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കും. എടാ പ്രതാപ, ഇനി നിന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ച എന്റെ ഒരേ ഒരു മോന് ഞാൻ തന്നെ അന്ത്യകർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അതാണ് എന്റെ പേടി. ആ അവനെത്തി. ഓ വാമോനെ, ഒട്ടുപാലേ. ഇതാ ഞാൻ പറഞ്ഞ ഒട്ടുപാല. എന്താണ് നിന്റെ പേര്? ദിനേശൻ. ആ മനസ്സിലായി മനസ്സിലായി. അല്ല, നീ എന്താ ചെയ്യാൻ പോന്നെ? ഞാനല്ല ചെയ്യുന്നത്, ആ കള്ളസ്വാമിയാ. കള്ളസ്വാമിയോ? അതേന്നേ, അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മൊക്കെ എടുക്കുന്ന ആളാ. കണ്ട യഥാർത്ഥ സ്വാമിമാര് പോലും തോറ്റുപോകും. അത്രയ്ക്ക് ചൈതന്യ ആ മുഖത്ത്. പക്ഷേ ആള് പക്കാ തരികടയാ. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടടുത്ത് ആ സ്വാമിയായാ പറഞ്ഞു വിടുന്നത്. അല്ല, അയാൾ എന്താ ചെയ്യാൻ പോന്നെ? എന്റെ സാറേ, അങ്ങേരെ അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുന്ന ആ ഭസ്മം ഉണ്ടല്ലോ, അതാരുടെയെങ്കിലും നെറ്റിയിലിട്ട അവരുടെ കാര്യം പിന്നെ പോക്ക. അത് പിന്നെ ശ്വസിക്കുകയും കൂടെ ചെയ്താ പിന്നെ പറയുകയും വേണ്ട. ഇവിടെ നൂല് കെട്ടി നടക്കാൻ പോകുന്നത് ഒരു കൊച്ചു കുഞ്ഞിനല്ലേ? അതിന്റെ നെറ്റിയിൽ ഭസ്മ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാമി പോയി ഒരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കും. ഇത് നടന്നു കഴിഞ്ഞാൽ പിന്നെ താടി മീച്ചൊക്കെ കളഞ്ഞ് അങ്ങേര് പിന്നെ നേരെ അങ്ങ് തമിഴ്നാട്ടിലേക്ക് പോകും. പിന്നെ പിടിക്കപ്പെടാൻ വലിയ പ്രയാസ. എന്റെ പൊന്നെ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണേ. ഇതുവരെ ഇവൻ കൊടുത്ത കൊട്ടേഷനുകളെല്ലാം ഇവനെ തിരിഞ്ഞു കൊത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മറിച്ചായിരിക്കുമേ. ഞാനിടയ്ക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയാം. എന്നാ ഇത് വെച്ചോ. പറഞ്ഞുറപ്പിച്ച തുക ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. സംഭവം നടന്നു കഴിഞ്ഞാൽ ബാക്കി ഞാനങ്ങ് തരും. എന്നാ പിന്നെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ശരി സാറേ. എടാ പ്രതാപ, അവനെ കണ്ടിട്ടേ ഒരു ഗുണ്ടയുടെ ലക്ഷണമൊന്നും ഇല്ലല്ലോടാ. നല്ല ലക്ഷണമൊത്ത ഗുണ്ടകളെയാ ഇതുവരെയും കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. എന്നിട്ട് എന്തെങ്കിലും നടന്നോ അമ്മേ? രൂപത്തിൽ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ തലയ്ക്കകത്ത് ആൾവാസമുള്ളവനെ വിടണം. എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടക്കത്തുള്ളൂ. എന്റെ കരുണമോള് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത്. എന്നാലും നെഞ്ചിനകത്തൊരു പെടച്ചിലുണ്ടടാ. എനിക്കൊരു പെടച്ചിലും ഇല്ലമ്മേ. വരുന്നത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം.